നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഫാർമ സെക്ടറിൽ നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ ഒരു പോർഷൻ ആഡ് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അറിയാം നമ്മുടെ പ്രീവിയസ് ഡേറ്റ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോവിഡിലുണ്ടായ മാർക്കറ്റ് ക്രാഷ്. അപ്പൊ ഫ്യൂച്ചറിലാണെങ്കിലും നമുക്കറിയത്തില്ല ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു ക്രാഷ് സെയിം അതുപോലെ തന്നെ ഒരു ക്രാഷ് ഉണ്ടാവുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഉണ്ടാകാതിരിക്കട്ടെ, ഇൻ കേസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മുടെ പോർട്ട്ഫോളിയോനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ചിലപ്പോൾ ഫാർമ സെക്ടർ വഴി സാധിച്ചേക്കാം. അപ്പൊ പഴയ എക്സാമ്പിൾ വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഇവിടെ നമുക്ക് 2018 ചിലപ്പോൾ ഒരുപക്ഷെ ഒരാള് 2016, 17, 18, 19, 20 ഈ ഒരു കാലഘട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ SIP ആയിട്ടോ അല്ലെങ്കിൽ ലംസമായിട്ടോ ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ച ആളായിരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മുമ്പോട്ട് പോയി അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് വന്ന് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ, അതായത് 2020 ഈ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് പെട്ടെന്ന് കോവിഡ് ക്രാഷ് ഉണ്ടാകുന്നു, പോർട്ട്ഫോളിയോ വാല്യൂ കുറയുന്നു. സിമ്പിൾ ആണ്, എല്ലാവർക്കും മുമ്പിൽ കണ്ട ഒരു കാര്യമാണ്. അതായത് ഇവിടെ നമ്മൾ ഇക്വിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്, നമ്മൾ ഫാർമ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു നമ്മുടെ പോർട്ട്ഫോളിയോയിൽ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? മാർക്കറ്റ് എത്ര ശതമാനം താഴോട്ട് പോകുന്നു? 12,500 എന്നുള്ള പോയിന്റിൽ നിന്ന് 7,500 വന്നു. ഏകദേശം 40% ഡിപ്പ് ഇവിടെ വന്നു. ആ ഒരു സമയത്ത് നമ്മൾ സ്മോൾ ക്യാപ് കമ്പനികളും അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് ഇങ്ങനെയുള്ള ഒരു ലാർജ് ക്യാപ്പും എല്ലാം കൂടെ കൂടി ഒരു പോർട്ട്ഫോളിയോ നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ടെങ്കിൽ അതും ഒരു 40, 50, 60% ഓരോരുത്തരുടെയും പോർട്ട്ഫോളിയോയ്ക്ക് അനുസരിച്ച് അത് ഡിഫറെന്റ് ആയിട്ട് മൈനസിലേക്ക് പോയിട്ടുണ്ട്. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഫ്യൂച്ചറിലും നമ്മൾ ഫാർമയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും കോവിഡ് പോലെ ഒരു ക്രാഷ് ഉണ്ടാകാതിരിക്കട്ടെ, ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിനാരിയോയിൽ ചിലപ്പോൾ നിഫ്റ്റി താഴോട്ട് പോകും. തീർച്ചയായിട്ടും നിഫ്റ്റി താഴോട്ട് പോകും. നിഫ്റ്റി താഴോട്ട് പോകുന്ന സമയത്ത് എത്രമാത്രം വലിയ സിറ്റുവേഷൻ ആണ് വരുന്നത്, അത്രമാത്രം നമ്മുടെ പോർട്ട്ഫോളിയോ താഴോട്ട് പോകും. സിമ്പിൾ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ആ ഒരു സമയത്ത് നമ്മള് ഫാർമയിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചേനെ, ഫാർമയിൽ ചെയ്ത് വെക്കാതിരുന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിച്ചേനെ എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, അയാൾക്ക് നമുക്ക് ഇവിടുത്തെ റിട്ടേൺ നമുക്കൊന്ന് നോക്കാം. അയാൾ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആയിരുന്നു. ഈ ഒരു പോയിന്റിൽ വന്നപ്പോഴത്തേനും മാർക്കറ്റ് താഴോട്ട് പോകുന്നു. അയാൾ വിറ്റ് കളയാൻ വേണ്ടി റെഡി അല്ലായിരുന്നു. അപ്പം കുറച്ച് താഴോട്ട് പോയി എത്രയാണ്, 10, 30, 40% മൈനസിലേക്ക് പോയി. 50, 60% പോർട്ട്ഫോളിയോ മൈനസിലേക്ക് പോയി. അതിനുശേഷം പതുക്കെ റിക്കവർ ചെയ്ത് വന്നു. നമുക്ക് 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 2023 2024 2025 2026 എത്തിയിരിക്കുന്നു. അയാള് പ്രോഫിറ്റിലാണ്. അത്യാവശ്യം 115, 120% റിട്ടേൺ അയാൾ പ്രോഫിറ്റിൽ തന്നെയാണ്. അതായത് കോവിഡ് ക്രാഷ് ഉണ്ടായിട്ടും അയാൾ പോർട്ട്ഫോളിയോ വിൽക്കാതെ നിന്നു. അയാൾ പ്രോഫിറ്റിൽ തന്നെയാണ്. 10, 120, 115% പ്രോഫിറ്റിലാണ്. ഓക്കെ, ഇതൊരു സിനാരിയോ. ഇനി അതേ സമയത്ത് തന്നെ അപ്പം ഇതിന്റെ അകത്ത് വരുന്ന ഇതുമായിട്ട് നിഫ്റ്റി ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന കമ്പനികളിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റി ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന കമ്പനികളിൽ എന്ത് സംഭവിച്ചു എന്നും കൂടെ നോക്കണ്ടേ? ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ആദ്യമേ തന്നെ റിലയൻസ് ആഡ് ചെയ്യാം. റിലയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, റിലയൻസിന്റെ ചാർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പം ഈ കാണുന്നത് റിലയൻസിന്റെ ചാർട്ടാണ്. അപ്പം നിഫ്റ്റിയിൽ ക്രാഷ് ഉണ്ടായ സമയത്ത് റിലയൻസിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെയും സെയിം ആയിട്ട് അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. നമുക്ക് നോക്കാം. റിലയൻസിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്കും സെയിം ആയിട്ടാണ് സംഭവിച്ചത്. ഈ ഒരു പോയിന്റിൽ അയാൾക്ക് എത്രയാണോ അയാളുടെ വാല്യൂ ഉണ്ടായിരുന്നത്, ആ ഒരു വാല്യൂ കുറഞ്ഞ് എത്ര ശതമാനം കുറഞ്ഞു? ഒരു 28 മുകളിൽ നോക്കുക, 29% താഴെ വന്നിരുന്നു കോവിഡ് ക്രാഷിൽ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വീണ്ടും റിക്കവർ ആയി നമുക്ക് എത്ര ശതമാനം റിട്ടേൺ തന്നെ 120% അടുത്ത് സെയിം നിഫ്റ്റിയുടെ അത്രയും തന്നെ റിട്ടേൺ ആണ് വന്നത്. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു കമ്പനി ആഡ് ചെയ്യാം. മറ്റൊരു സെക്ടറിലെ HDFC ബാങ്ക്. HDFC ബാങ്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. HDFC ബാങ്ക്
ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ HDFC ബാങ്കിന്റെ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ എന്താണ് സാധിക്കുന്നത്? നമ്മൾ ഇങ്ങനെ ഒരു പോയിന്റിൽ നമ്മൾ HDFCയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളാണെങ്കിൽ ആ കോവിഡ് ക്രാഷിൽ താഴോട്ട് പോയി, നല്ല രീതിയിൽ താഴോട്ട് പോയി, എത്രയാണ് 29-30%, 32% താഴോട്ട് പോയി. അയാൾ വിൽക്കാൻ റെഡി അല്ലായിരുന്നു, അയാൾ ഹോൾഡ് ചെയ്ത് ലോങ് ടൈമിൽ എത്രയാണ് പ്രോഫിറ്റ് കിട്ടി? പ്രോഫിറ്റിൽ എത്രയാണ്? 57% പ്രോഫിറ്റ്, 60% പ്രോഫിറ്റ് റിട്ടേൺ ആണ് ഇതുവരെ വന്നിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഏതാണെങ്കിലും ഹോൾഡ് ചെയ്യാതെ അല്ല വിൽക്കാതെ ഹോൾഡ് ചെയ്തവർക്ക് റിട്ടേൺ കിട്ടി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. ഇനി ഇതേ സമയത്ത് നമുക്ക് ഫാർമയിലുള്ള ഒരു കമ്പനി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഫാർമ സെക്ടറിലുള്ള ഒരു കമ്പനി സിപ്ല. ഞാൻ സിപ്ല ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് സിപ്ലയുടെ ചാർട്ട്. ഇവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത്? ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മള് ക്രാഷ് ഉണ്ടാകുന്നതിന് മുമ്പ് അതിന്റെ വാല്യൂ ഈ ഒരു പോയിന്റിലായിരുന്നു. അപ്പൊ ആ ക്രാഷ് ഉണ്ടാകുന്നതിന് മുമ്പ് അയാള് ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരുന്നവരാണെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചേനെ? അവർക്ക് ക്രാഷ് ഉണ്ടാകുന്നതിന് മുമ്പ് അയാൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അയാൾ ക്രാഷ് ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് താഴോട്ട് പോയേനെ. എത്രയാണ്? 7% എങ്ങാണ്ട് അവിടെ നിന്ന് ചെറിയൊരു ഡിപ്പിലേക്ക് പോയി, 7, 8, 10% എത്രയാണെങ്കിലും. അതിനുശേഷം അവിടെ നിന്ന് മുകളിലേക്ക് പോയി എത്ര ശതമാനമാണ്? 250% റിട്ടേൺ അയാൾക്ക് കിട്ടി. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെയുള്ള ഡിഫറൻസ് എന്താണ്? കണ്ടോ, ബാക്കിയുള്ള റിട്ടേൺസിനേക്കാളും കൂടുതൽ റിട്ടേൺ ഈ ഒരു ഫാർമ സെക്ടറിന് തരാൻ സാധിച്ചു. അതുപോലെ തന്നെ അതായത് അതിനു മുമ്പുള്ള വാല്യൂവിനേക്കാളും, അതായത് ബാക്കിയുള്ള സ്റ്റോക്കുകളെല്ലാം ഇത്രയും താഴോട്ട് പോകുന്ന സമയത്ത് അത് താഴോട്ട് പോരാതെ ആ ഒരു റേഞ്ചിൽ തന്നെ നിന്ന് പെട്ടെന്ന് തന്നെ അത് മുകളിലേക്ക് പോകാനാണ് നോക്കുന്നത്. അപ്പം നമ്മുടെ പോർട്ട്ഫോളിയോയില് ഫാർമ സെക്ടറിന്റെ മ്യൂച്വൽ ഫണ്ട്, ETF അല്ലെങ്കിൽ ഫാർമ സെക്ടറിലെ കമ്പനികൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒരു ഭാഗമായിരുന്നെങ്കിൽ ആ ഒരു സമയത്ത് ഫാർമ സെക്ടർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇവിടെ മാർക്കറ്റ് ഇത്രയും താഴോട്ട് പോകുന്ന സമയത്തും ഫാർമ സെക്ടർ താഴോട്ട് പോന്നിട്ടില്ല, മറിച്ച് ആ ഒരു ലെവലിൽ നിന്ന് മുകളിലേക്ക് പോകാനാണ് നോക്കിയത്. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു കമ്പനി ആഡ് ചെയ്യാം. സൺഫാർമ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഞാനിവിടെ സൺഫാർമയുടെ ചാർട്ടും കൂടെ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം സൺഫാർമയുടെ ചാർട്ട്. ഞാനിവിടെ സൺഫാർമയുടെ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സൺഫാർമയുടെ എങ്ങനെയാണ് സംഭവിച്ചിരുന്നത്? സൺഫാർമയുടെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, കോവിഡിന് മുമ്പ് തന്നെ ആ ലെവലിൽ നിന്നു, അതിനുശേഷം കോവിഡ് ഉണ്ടായ സമയത്തും ചെറിയ രീതിയിൽ, ഇപ്പൊ ഈ ഒരു ലെവലിൽ നിന്നാണ് എങ്കിൽ അവിടെ നിന്ന് ഒരു ചെറിയ രീതിയിൽ ഒരു എത്രയാണ് 10-15% ഇതൊന്ന് പെട്ടെന്ന് താഴോട്ട് പോകുന്നു. അതിനുശേഷം അവിടെ നിന്ന് എത്ര ശതമാനം റിട്ടേൺ ആണ് വന്നേക്കുന്നത്? 315% റിട്ടേൺ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്താണ്? ആ ഒരു സമയത്ത് ആ സ്റ്റോക്ക് നിന്ന ലെവലിൽ നിന്ന് അത് മുകളിലേക്കാണ് പോയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ ഫാർമ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നവരുണ്ടായിരുന്നെങ്കിൽ ആ ഒരു സമയത്ത് അവിടെ നിന്ന് മുകളിലേക്കാണ് ആ ഒരു സെക്ടർ ഓടിയത്. ബാക്കിയുള്ള എല്ലാ സ്റ്റോക്കുകളും താഴോട്ട് വന്നിട്ടാണ് മുകളിലേക്ക് ഓടിയത്. തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇവിടെ ആ ഒരു ലെവലിൽ നിന്ന് മുകളിലേക്ക് ഓടുന്ന സമയത്ത് നമുക്ക് റിട്ടേൺ കൂടുതൽ കിട്ടും. മറിച്ച് ആ നിന്ന ലെവലിൽ നിന്ന് താഴോട്ട് പോയിട്ട് മുകളിലേക്ക് പോയ സമയത്ത് നമുക്ക് ആ ഒരു പ്രസന്റ് ലെവലിൽ നിന്ന് മുകളിലേക്കുള്ള കണക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് റിട്ടേൺ പൊതുവെ കുറവാണ് വരുന്നത്. ഞാൻ എക്സാമ്പിൾ ആയിട്ട് കുറച്ച് കമ്പനിയും കൂടെ ആഡ് ചെയ്യാം. L&T. ഇപ്പൊ ചില കമ്പനികൾ നന്നായിട്ട് ഓടിയിട്ടുണ്ട്, പക്ഷേ ബാക്കിയുള്ള കമ്പനി നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക്
വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബാക്കിയുള്ളവരിലും കൂടെ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ എന്താണ് ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലായത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളിലേക്ക് എത്തിയോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പം എല്ലാൻറ്റിയുടെ പ്രൈസ് ഈ ഒരു ലെവലിലാണ് നിന്നത്. ആ ഒരു ലെവലിൽ നിന്ന് എല്ലാൻറ്റി താഴോട്ടാണ് വന്നത്. എത്ര ശതമാനമാണ്? 40% താഴോട്ടാണ് വന്നത്. അതിനുശേഷം എത്ര ശതമാനം ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്? 200% ഗ്രോത്ത് ആണ് കിട്ടിയത്. അപ്പം ഈ ഒരു കമ്പനി നിഫ്റ്റിനെ ഔട്ട് പെർഫോം ചെയ്ത് അടിപൊളിയായിട്ട് മൂവ് ചെയ്ത ഒരു കമ്പനിയായിട്ട് 200% റിട്ടേൺ ആണ് കിട്ടിയത്. അതേ സമയത്ത് ഫാർമ സെക്ടറിലെ കമ്പനികൾക്ക് എത്രയാണ്? 315% റിട്ടേൺ, അല്ലെങ്കിൽ 400% റിട്ടേൺ. ഒരുപാട് കമ്പനിയുണ്ട്. അപ്പൊ ഇനി ഫാർമ സെക്ടറിൽ ഒരുപാട് കമ്പനീസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഫാർമ സെക്ടറിലെ ഇൻഡിവിജ്വൽ കമ്പനി വേണമെങ്കിൽ ഓരോന്നെടുത്ത് പഠിച്ചു നോക്കാം. ഇൻഡിവിജ്വൽ കമ്പനിനെ കുറിച്ച് പഠിച്ചു നോക്കാം. ആ ഒരു കമ്പനീസ് അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് അത് ഓക്കെയാണ്. ഇപ്പൊ സിപ്ലൈ എടുത്തതിന് ശേഷം ഈ ഒരു ഇൻഡിവിജ്വൽ കമ്പനിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാം ഇതിന്റെ ചെറിയൊരു പോർഷൻ. അപ്പൊ അത് നമ്മുടെ ഇഷ്ടമാണ്. അതല്ല, നമുക്ക് ഈ ഒരു ഇൻഡിവിജ്വൽ കമ്പനികളൊന്നും ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ETF-കൾ കിട്ടും. ഫാർമ റിലേറ്റഡ് ആയിട്ടുള്ള ETF-കൾ കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള ഫാർമ ബീസ് എന്ന് പറഞ്ഞ ETF ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ETF-കൾ നമുക്ക് കിട്ടും പല കമ്പനികളിലെ. ഇത് ഫാർമ ETF-ന്റെ ഒരു ചാർട്ടാണ് ഈ കാണുന്നത്. നമുക്ക് ഫാർമ ETF-കൾ കൺസിഡർ ചെയ്യാം. ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് കോയിൻ ബൈ സെറോദ എന്ന് പറഞ്ഞ സെറോദയുടെ തന്നെ പ്ലാറ്റ്ഫോമിൽ പോയി കഴിയുമ്പോഴത്തേന് നമുക്കിവിടെ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഫാർമയിൽ. അപ്പൊ നമുക്കിവിടെ ഫാർമ എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഫാർമ എന്ന് അടിച്ചു കൊടുക്കുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് ഫാർമ ഫണ്ടുകൾ കിട്ടും. ഇത് ICICI പ്രൊഡക്ഷനിലെ ആണ്, നിപ്പോൺ ഇന്ത്യയുടെ ആണ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ആയി കാണിച്ചു തരാം. അപ്പൊ ഒരിക്കലും ഇത് റെക്കമെൻഡേഷൻ ഇല്ല, ഇത് ബൈ ചെയ്യാനൊന്നുമല്ല. നമുക്കൊരു 5 വർഷത്തെ ഗ്രോത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഞാൻ ഇപ്പൊ പറഞ്ഞ ആ ഒരു കാര്യം, ഞാൻ ഇൻഡിവിജ്വൽ കമ്പനിയാണ് എടുത്തത്. ആ ഒരു ഫാർമ സെക്ടറിന്റെ മൂവ്മെന്റ് നോക്കുവാണെങ്കിൽ ആ ഒരു സമയത്ത് ഇതുണ്ടോ 2020 കാലഘട്ടത്തില് ഇത് കണ്ടോ, ഇവിടുന്ന് മുകളിലേക്കാണ് റാലി കിട്ടിയത്. ആ റാലി കിട്ടിയത് നല്ല രീതിയിലാണ് മുകളിലേക്ക് റാലി കിട്ടിയത്. 5 ഇയർ റിട്ടേൺ നോക്കുവാണെങ്കിൽ നമുക്ക് 16% വെച്ച് CAGR ഫാർമ സെക്ടർ തന്നിട്ടുണ്ട്. ഒപ്പം നമ്മുടെ പോർട്ട്ഫോളിയോനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. അതേസമയത്ത് നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുവാണെങ്കിൽ എന്താണ്, നിഫ്റ്റിയുടെ ചാർട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 5 ഇയറിൽ എത്രയാണ്? 5 ഇയറിൽ ഇവിടെ 14% റിട്ടേൺ തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു 5 ഇയറിന്റെ പ്രത്യേകത എന്താണ്? ആ ഒരു 5 ഇയർ ഇവിടെ ഡിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്കാണ്. പക്ഷെ ഈ ഒരു പോയിന്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചവർക്കല്ല ആ റിട്ടേൺ വന്നിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു പോയിന്റിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്കല്ല ആ ഒരു കിട്ടിയത്. ആ ഡിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് 5 ഇയർ എന്ന് പറയുന്നത് 2026 നിന്ന് വരുന്ന സമയത്ത് ഈ ഒരു പോയിന്റിലാണ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അതുകൊണ്ടാണ് അത്രയും നല്ല റിട്ടേൺ കാണിക്കുന്നത്. അതിൽ കൂടുതലുള്ള ടൈം ഫ്രെയിം ആണ് കിട്ടുന്നതെങ്കിൽ CAGR കുറവാണ് പൊതുവെ വരുന്നത്. അതായത് ഈ ഒരു ലെവലിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ കയ്യിൽ പോർട്ട്ഫോളിയോ ഇരിക്കുവാണെങ്കിൽ അവർക്ക് ഈ ഒരു റിട്ടേൺ ഇല്ല. അതാണ് ഇതിന്റെ റിയാലിറ്റി മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ ഫാർമയിലേക്ക് പോകുമ്പോഴത്തേനും കൂടുതലായിട്ടുള്ള, അതുകൊണ്ടാണ് ഞാൻ ചാർട്ടിൽ പോയി അവിടെ ഡ്രോ ചെയ്ത് കാണിച്ചത്. നമുക്ക് ഇത് കണ്ടോ, പല പല ഫണ്ടുകൾ കിട്ടും. ആ ഫണ്ടുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു ഫണ്ടിന്റെ 5 ഇയർ ഗ്രോത്ത് എത്രയാണ്? ഓക്കെ, 5 ഇയർ ആയിട്ടില്ല എന്ന് തോന്നുന്നു ഈ ഒരു ഫണ്ട്. 3 ഇയർ ഗ്രോത്ത് ഓക്കെ, അത് കാണിക്കുന്നില്ല. എത്രയാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒത്തിരി സമയം ആയിട്ടില്ല ഈ ഫണ്ട്. അപ്പൊ നമുക്ക് വലിയ ഫണ്ടുകൾ നോക്കിയെടുക്കാം. ഇതിന്റെ അകത്ത് മിനിമം ഇൻവെസ്റ്റ്മെന്റ് 100 എന്നുള്ള എമൗണ്ട് ആണ്. 2000 കോടി രൂപ ഇതുവരെ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. എക്സ്പെൻസ് റേഷ്യോയും കാര്യങ്ങളൊക്കെ നോക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ നമുക്ക് അലോക്കേഷൻ എങ്ങോട്ടാണ് പോകുന്നത്? ഹെൽത്ത് കെയർ, ഫാർമ, മെഡിക്കൽ, ഇതെല്ലാം പോകുന്നത്, കൂടുതലായിട്ട് എമൗണ്ട് പോകുന്നത് നമ്മുടെ ഫാർമ സെക്ടറിലേക്ക് തന്നെയാണ്. കമ്പനീസ് കാണാൻ സാധിക്കും. സൺഫാർമ, ഡിവിസ് ലാബ്, ലുപ്പിൻ, ഗ്ലെൻമാർക്ക്, ഇങ്ങനെയുള്ള കമ്പനീസ് ആണ്. ഞാൻ ഈ ഒരു HDFCയുടെ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ എൻട്രി എടുക്കുക എന്നല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് ഫാർമ സെക്ടറിൽ, അത് കമ്പനി ആണെങ്കിൽ കമ്പനിനെ കുറിച്ച് ഇൻഡിവിജ്വൽ ആയിട്ട് പഠിച്ച്, അതല്ല ETF ആണെങ്കിൽ ETF, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നല്ല മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മുടെ പോർട്ട്ഫോളിയോ അലോക്കേഷനിൽ ഫാർമ സെക്ടറിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മളൊരു പോയിന്റിൽ, നമ്മൾ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, ഇങ്ങനെ ഒരു പോയിന്റിൽ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ ഇൻ കേസ് ഒരു പെട്ടെന്നൊരു ക്രാഷ് ഉണ്ടായി, അങ്ങനെ ഒരു ഡിസീസ് മൂലമായിട്ടൊരു ക്രാഷ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മുടെ ഫാർമ സെക്ടർ മുകളിലേക്ക് ഓടാൻ തുടങ്ങും നിൽക്കുന്ന ലെവലിൽ നിന്ന്. ബട്ട് ആ ഒരു സമയത്ത്
സമയത്ത് ബാക്കിയുള്ള കമ്പനികളും ബാക്കിയുള്ള സ്റ്റോക്കുകളും താഴോട്ട് പോരും, ഇക്വിറ്റി പൊതുവേ താഴോട്ട് പോരും. ആ ഒരു സമയത്ത് അതിനെ ഹെഡ്ജ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യാൻ, അതായത് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ടോട്ടൽ P&L ഒന്ന് ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ ഒന്ന് പിടിച്ചു നിർത്താനും ഒപ്പം തന്നെ ആ ഫ്യൂച്ചറിലേക്കുള്ള കൂടുതൽ റിട്ടേൺ നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് തരാനും വേണ്ടി ആ ഒരു ഫാർമ സെക്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് ഞാൻ ഈ ഒരു എക്സാമ്പിളിലൂടെ കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ എല്ലാം നിങ്ങൾക്ക് സെറോദയുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തുക, നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാനൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഞാൻ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് കാണിച്ച് ETF-കളും മ്യൂച്വൽ ഫണ്ടുകളും സ്റ്റോക്കുകളും എല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് കാണിച്ചത്. ഓക്കെ, താങ്ക് യു.